കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. നമ്മളെല്ലാവരും 2026-27 വാർഷിക പദ്ധതി നിലവിൽ സുലേഹയിൽ തയ്യാറാക്കിയിട്ടുള്ളതും അവ DPC അംഗീകരിച്ചിട്ടുള്ളതും അവയിൽ പലതിനും വെറ്റിംഗ് നേടിയിട്ടുള്ളതുമാണ്. അപ്പോൾ നമുക്ക് 2025-26 പൂർത്തിയാക്കാത്ത അല്ലെങ്കിൽ പൂർത്തിയായിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തതിനാൽ തുക നൽകാൻ കഴിയാതിരുന്ന കുറേയേറെ പദ്ധതികളുണ്ട്. അവയെ 2026-27 സ്പിൽ ഓവർ ആക്കി 2026-27 വാർഷിക പദ്ധതി എങ്ങനെ ഭേദഗതി ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ 2/6/2026 തീയതിയിലെ 1091/26, 6/7/2026 1248/26, 15/7/2026 1288/2026 എന്നീ ഉത്തരവുകൾ പ്രകാരം 2026-27 വാർഷിക പദ്ധതി സ്പിൽ ഓവർ കൂടി ഉൾപ്പെടുത്തി ഭേദഗതി ചെയ്യുന്നതിന് ഉത്തരവായിട്ടുണ്ട്. എങ്ങനെയാണ് ഭേദഗതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പുതിയ പ്ലാൻ ക്ലർക്കുമാർക്കായി എന്താണ് സ്പിൽ ഓവർ എന്ന് പറയാം. 2025-26 വാർഷിക പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ 100 പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു എന്ന് കരുതുക. അതിൽ 70 പ്രൊജക്റ്റ് പൂർത്തീകരിച്ചു, ബില്ല് നൽകി, തുക അതിൻ്റെ ബെനിഫിഷ്യറിക്ക് ലഭിക്കുകയും ചെയ്തു. 15 പ്രൊജക്റ്റ് പൂർത്തീകരിച്ചു, എന്നാൽ ഫണ്ട് ഇല്ലാത്തതിനാൽ ബില്ല് നൽകാൻ കഴിഞ്ഞില്ല. 8 പ്രോജക്റ്റ് നിർവഹണം പാതി വഴിയിൽ ആയതേ ഉള്ളൂ. 5 പ്രോജക്റ്റുകളിൽ നിർവഹണം ആരംഭിച്ചതേയില്ല. 2 പ്രോജക്റ്റ് നിർവഹണം നടത്താനും കഴിയില്ല, ഇനി തുടരേണ്ട ആവശ്യവുമില്ല. അങ്ങനെ നമ്മുടെ 2025-26 പദ്ധതി 2026 മാർച്ച് 31 അവസാനിക്കുമ്പോൾ പല തട്ടുകളായി നിൽക്കുകയാണ്. അങ്ങനെ 2025-26 വാർഷിക പദ്ധതി സമയം മാർച്ച് 31 അവസാനിച്ചു. 2026-27 വാർഷിക പദ്ധതി 2026 ഏപ്രിൽ 1 ആരംഭിച്ചു. 100 പ്രൊജക്റ്റ് ഉള്ളതിൽ 70 എണ്ണമാണ് പൂർത്തീകരിച്ചത്. ബാക്കി 30 എണ്ണം ഉണ്ടല്ലേ. ആ 30 പ്രൊജക്റ്റുകൾ 2026-27 കൊണ്ടുവരുന്നു. ഇതിനെയാണ് സ്പിൽ ഓവർ പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സംശയം വരാം, ഈ 30ഉം 2026-27 കൊണ്ടുവരേണ്ടതുണ്ടോ? അത് തീരുമാനിക്കേണ്ടത് വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണസമിതിയും നിർവഹണ ഉദ്യോഗസ്ഥരുമാണ്. എങ്ങനെയാണ് പ്രൊജക്റ്റ് സ്പിൽ ഓവർ ആക്കുന്നതെന്നും ഏതൊക്കെ രീതിയിൽ സ്പിൽ ഓവർ ആക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഓരോ നിർവഹണ ഉദ്യോഗസ്ഥരും സുലേഹയിൽ 2025-26 ലോഗിനിൽ പ്രൊജക്റ്റ് മെനുവിൽ കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന സബ് മെനു ഓപ്പൺ ചെയ്യുക. ഈ പറയാൻ പോകുന്നതിൽ ആദ്യ ഭാഗം നിങ്ങളിൽ പലരും ചെയ്തത് തന്നെയാകും. എന്നിരുന്നാലും പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഭാഗം മുതൽ ഞങ്ങളിവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2025-26 വാർഷിക പദ്ധതിയിൽ അപ്രൂവ്ഡ് സ്റ്റാറ്റസിലുള്ള പ്രൊജക്റ്റുകൾ മാത്രമാണ് ഈ കംപ്ലീഷൻ റിപ്പോർട്ടിൽ ലഭ്യമാകുന്നത്. ഏതെങ്കിലും പ്രൊജക്റ്റ് ഇനിയും അപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അവയും നിങ്ങളുടെ അതത് വെറ്റിംഗ് ഓഫീസറെ ബന്ധപ്പെട്ട് അംഗീകാരം വാങ്ങാൻ ശ്രമിക്കണം. ഈ കംപ്ലീഷൻ റിപ്പോർട്ട് സബ് മെനുവിൽ, അതായത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ 2025-26 അപ്രൂവ്ഡ് പ്രോജക്റ്റ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ ഓരോ പ്രോജക്റ്റും ഓപ്പൺ ചെയ്ത് പൂർത്തീകരിച്ച പ്രൊജക്റ്റുകൾക്ക് പൂർത്തീകരിച്ച തീയതി നൽകിയും പൂർത്തീകരിക്കാത്ത പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് പൂർത്തീകരണ തീയതി നൽകാതെയും ആവശ്യമായ വിവരങ്ങൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് റിപ്പോർട്ട് LB കൊടുക്കണം. പ്രൊജക്റ്റ് പൂർത്തീകരണ തീയതി നിങ്ങൾ പ്രൊജക്റ്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ പ്രോജക്റ്റുകൾ പിന്നെ സ്പിൽ ഓവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഭാഗത്ത് ലിസ്റ്റ് ചെയ്യില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. അതായത് കംപ്ലീഷൻ ഡേറ്റ് കൊടുത്താൽ പിന്നെ സ്പിൽ ഓവർ ആക്കാൻ പറ്റത്തില്ല. പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ വൈകിയെങ്കിൽ അതിനുള്ള കാരണവും അവിടെ കൊടുക്കണം. നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഈ ഭാഗം ഇച്ചിരി വേഗത്തിൽ പറയുന്നതും കാണിക്കുന്നത്. ഇങ്ങനെ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും എല്ലാ പ്രോജക്റ്റിനും കംപ്ലീഷൻ ചെയ്തു കഴിഞ്ഞാൽ 25-26 വാർഷിക പദ്ധതിയിലെ കംപ്ലീറ്റ് ആയ പ്രൊജക്റ്റും കംപ്ലീറ്റ് ആകാത്ത പ്രൊജക്റ്റും തദ്ദേശ സ്ഥാപന സെക്രട്ടറി ലോഗിനിൽ 2025-26 ലോഗിനിൽ റിപ്പോർട്ട് മെനുവിൽ കംപ്ലീറ്റഡ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ നോൺ കംപ്ലീറ്റഡ് പ്രൊജക്റ്റ് ലിസ്റ്റിൽ ലഭ്യമാകും. നിർവഹണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കംപ്ലീഷൻ അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ ചെയ്ത് അയച്ച പ്രൊജക്റ്റുകളിൽ എന്തെങ്കിലും തിരുത്ത് അവയുടെ സ്റ്റാറ്റസിൽ വരുത്തണമെങ്കിൽ സെക്രട്ടറിക്ക് ആ പ്രൊജക്റ്റുകളുടെ നേരെയുള്ള ഫോർ മോഡിഫിക്കേഷൻ ചെക്ക് ബോക്സ് അവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ ഈ പ്രൊജക്റ്റുകൾ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ലഭ്യമാകുന്ന നോൺ കംപ്ലീറ്റഡ് പ്രൊജക്ട് ലിസ്റ്റ് ഭരണസമിതിയിൽ വെച്ച് അംഗീകാരം വാങ്ങണം. ഈ ലിസ്റ്റിൽ സ്പിൽ ഓവറായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട പ്രൊജക്റ്റും ഡ്രോപ്പ് ചെയ്യേണ്ട പ്രൊജക്റ്റും ഉണ്ടായിരിക്കും. നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ കൂടി അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാണുന്ന രീതിയിൽ സ്പിൽ ഓവർ ആക്കേണ്ട പ്രൊജക്റ്റുകളുടെ ഒരു ലിസ്റ്റ് എക്സൽ ഒന്ന് തയ്യാറാക്കണം. ഡ്രോപ്പ് ചെയ്യേണ്ട പ്രൊജക്റ്റുകളും അവർ പറയും. ഇപ്പോൾ നമുക്ക് സ്പിൽ ഓവർ ആക്കേണ്ട പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റും തുകയും ലഭ്യമായിട്ടുണ്ട്. അടുത്തതായി ചെയ്യേണ്ടത് അതാത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ ലോഗിനിൽ
പ്രൊജക്ട് മെനുവിൽ സെലക്ട് സ്പിൽ ഓവർ പ്രൊജക്ട് എന്ന സബ് മെനു ഓപ്പൺ ചെയ്ത് നോക്കണം. ഇത് അതത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരാണ് ചെയ്യേണ്ടത് 2025-26. ഇവിടെ നോൺ കംപ്ലീഷൻ കൊടുത്ത പ്രൊജക്റ്റ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നതാണ്. അവിടെ നോ ചേഞ്ച്, നീഡ് ചേഞ്ച്, ടു ബി ഡ്രോപ്ഡ് എന്നിങ്ങനെ 3 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്നും മാറ്റമൊന്നും ഇല്ലാത്ത പ്രൊജക്റ്റിന് നോ ചേഞ്ചും, മാറ്റമുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ നീഡ് ചേഞ്ചും, ഇനി ഉപേക്ഷിക്കേണ്ട പ്രൊജക്റ്റ് ആണെങ്കിൽ ടു ബി ഡ്രോപ്ഡും കൊടുത്ത് സെലക്ട് ചെയ്യണം. ശേഷം ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ഇയർ കൊടുക്കണം. അടുത്തതായി ഇതേ നിർവഹണ ഉദ്യോഗസ്ഥന്റെ ലോഗിൽ 2026-27 പ്രവേശിക്കണം. അവിടെ പ്രൊജക്ട് മെനുവിൽ ട്രാൻസ്ഫർ ചെയ്ത നോ ചേഞ്ച്, നീഡ് ചേഞ്ച് പ്രൊജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യും. 2025-26 നിന്നും അവയുടെ പ്രൊജക്ട് നമ്പർ മാറി 26-27 പുതിയ പ്രൊജക്ട് നമ്പർ വന്നതായിട്ട് കാണാം. നോ ചേഞ്ചായി കൊണ്ടുവന്നവ ഓപ്പൺ ചെയ്ത് സേവ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് LB അപ്രൂവലിന് അയക്കണം. നീഡ് ചേഞ്ചായി കൊണ്ടുവന്നവയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി LB അപ്രൂവലിന് അയക്കണം. ഞാനിവിടെ ഓരോന്നൊന്ന് വേഗത്തിൽ ചെയ്ത് കാണിക്കാം. നിങ്ങൾ കുറച്ചുപേർ ചെയ്തതായിരിക്കും. ആദ്യം ഒരു നീഡ് ചേഞ്ച് കൊണ്ടുവന്നത് എങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യുമെന്ന് കാണിക്കാം. ഞാൻ ആ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തു. ആദ്യ പേജിൽ മാറ്റമൊന്നുമില്ല എങ്കിൽ സേവ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. ഈ പ്രൊജക്റ്റ് നമുക്കിനി 12 ലക്ഷം രൂപ ബാക്കിയുള്ളതായി അവിടെ കാണാം. ആ ഫണ്ടുകളുടെ സ്പ്ലിറ്റപ്പ് ചുവടെ കാണാം. അവിടെ ഈ 12 ലക്ഷം എന്നത് പ്ലാൻ ഫണ്ട് ജനറലിൽ ബാക്കിയുള്ള 11,40,000 രൂപയും തനത് ഫണ്ടിൽ ബാക്കിയുള്ള 60,000 രൂപയുമാണെന്ന് കാണാം. നമുക്കിനി ഈ പ്രോജക്റ്റിൽ 10 ലക്ഷം രൂപ വികസന ഫണ്ട് മാത്രം മതി എന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ വികസന ഫണ്ടിന് നേർക്ക് ഇനി ആവശ്യമായ തുക എന്ന ഭാഗത്ത് 10 ലക്ഷം മാറ്റി എഡിറ്റ് ചെയ്ത് 10 ലക്ഷമാക്കി കൊടുത്തു. 6-7 കോളങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം 9-ൽ കൊടുക്കണം. തനത് ഫണ്ട് ഇനി വേണ്ട, അതുകൊണ്ട് ആ കോളം 0-ആയി തന്നെ ഇട്ടിരിക്കുക. സേവ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അടുത്ത വിഭവ സ്രോതസ് എന്ന പേജിൽ ഏതെങ്കിലും ഫണ്ട് ഒഴിവാക്കാനുണ്ടെങ്കിൽ ആ റോ ഡിലീറ്റ് ചെയ്യണം. നമുക്കിവിടെ തനത് ഫണ്ട് ഇനി ആവശ്യമില്ലാത്തതിനാൽ ആ റോ ഡിലീറ്റ് ചെയ്തു. വികസന ഫണ്ടിൽ 10 ലക്ഷം മതി എന്ന് പറഞ്ഞു. ആയതിനാൽ ഇപ്പോഴുള്ള തുക എഡിറ്റ് ചെയ്തു 10 ലക്ഷമാക്കി സേവ് ചെയ്തു. നെക്സ്റ്റ് പേജിൽ പോയി അവിടെ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന മാസവും വർഷവും സ്പിൽ ഓവർ ആകാനുള്ള കാരണവും നൽകി സേവ് ചെയ്തു. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. പ്രൊജക്റ്റ് മെനുവിൽ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ഡാറ്റ എൻട്രി കംപ്ലീറ്റഡ് എന്ന് കാണാം. അവിടുന്ന് ഇതിന് LB അപ്രൂവലിന് അയക്കുക. മാറ്റമില്ലാത്ത ഒരു പ്രൊജക്റ്റ് കൂടി ഡാറ്റ എൻട്രി ചെയ്യുന്നത് കാണിക്കാം. ഇത് പ്രൊജക്റ്റ് മെനുവിൽ നിന്ന് സ്പിൽ ഓവറായി കൊണ്ടുവന്ന പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു. മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യ 2 പേജുകൾ സേവ് ചെയ്തു. വിഭവ സ്രോതസ് എന്ന പേജിൽ സേവ് ബട്ടൺ ഡീആക്റ്റീവ് ആയിരിക്കുന്ന കാണാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവസാന പേജിലെത്തി പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന മാസവും സ്പിൽ ഓവർ ആകാനുള്ള കാരണവും കൊടുത്തു. സേവ് ചെയ്തു. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. പ്രൊജക്റ്റ് മെനുവിൽ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ഡാറ്റ എൻട്രി കംപ്ലീറ്റഡ് എന്ന് കാണാം. അവിടെ തന്നെ LB അപ്രൂവൽ അയക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും പ്രൊജക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കോമ്പൻസേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. കോമ്പൻസേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനായി 2026-27 വർഷം സെക്രട്ടറി ലോഗിൽ പ്രൊജക്റ്റ് മെനുവിൽ കോമ്പൻസേഷൻ എന്ന ഭാഗത്ത് 15ാം ധനകാര്യ കമ്മീഷൻ വിവരങ്ങൾ കൊടുക്കണം. അവിടെ ഒന്നാമതായി ചോദിക്കുന്ന 1/4/25 മുൻപാക്കി എന്നത് 31/3/25 വരെയുള്ള പലിശയും റീഫണ്ട് തുകയും ചേർന്നതാണ്. അക്കൗണ്ടന്റ് കൂടി സഹായത്തോടെ വേണം 1/4/2025 ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് ഈ തുക കണ്ടെത്തേണ്ടത്. ഇഗ്രാം പോർട്ടലിൽ നിന്നും സ്കീം കമ്പോണന്റ് അക്കൗണ്ട് വൈസ് ക്യാഷ് ബുക്ക് പരിശോധിച്ച് അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റായി ഒത്തുനോക്കി കൃത്യമായ കണക്ക് വേണം നൽകാൻ. അതേപോലെ രണ്ടാമത്തെ കോളത്തിൽ 1/4/25 മുതൽ 31/3/26 വരെയുള്ള പലിശയാണ് നൽകേണ്ടത്. മൂന്നാമത്തെ കോളത്തിൽ 1/4/25 മുതൽ 31/3/26 വരെയുള്ള റീഫണ്ട് തുകയുണ്ടെങ്കിൽ അത് കൊടുക്കണം. നാലാമത്തെ കോളത്തിൽ 1/4/26 മുതൽ നാളിത് വരെയുള്ള റീഫണ്ട് തുക ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. ശേഷം സേവ് ചെയ്ത് കോമ്പൻസേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ലഭിച്ച റിപ്പോർട്ട് കോമ്പൻസേഷൻ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. 2025-26 ലഭിച്ച ഫണ്ട് വിവരങ്ങളും അവയുടെ ചെലവും 26-27 അതിൽ നിന്ന് കൊണ്ടുവരാവുന്ന ക്യാരി ഓവർ തുകയും ഏതെങ്കിലും ഷോർട്ട് ഫാൾ അഥവാ പരിഹാര വകയിരുത്തലുണ്ടെങ്കിൽ അവയുടെ വിവരവും ഈ നമ്മുടെ കോമ്പൻസേഷൻ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. കൂടാതെ ഇതിനെ അടിസ്ഥാനമാക്കി 26-27 പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഫണ്ട് വിവരങ്ങളും അവിടെ കാണാം. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് പല ആവർത്തി വായിച്ച് ഒന്ന് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ. അടുത്ത സ്റ്റെപ്പ് SO വാലിഡേഷൻ കറക്റ്റ് ചെയ്യുക എന്നതാണ്. ഇതിനായി SO വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ സ്പിൽ ഓവർ വാലിഡേഷൻ കറക്റ്റ് ചെയ്യണം. ആദ്യം സ്പിൽ ഓവർ വാലിഡേഷൻ കറക്റ്റ് ചെയ്യണം, പിന്നീട് മെയിൻ വാലിഡേഷൻ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനെ SO വാലിഡേഷൻ എന്ന ഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് SO വാലിഡേഷൻ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓരോ ഫണ്ടിനും എത്ര രൂപ സ്പിൽ ഓവറായി കൊണ്ടുവരാം എന്നും നിങ്ങൾ അറിയണം. 2025-26 അൺസ്പെൻഡ് ബാലൻസ് തുകയോ അതോ 20%
അതിൽ ഏതാണോ കുറവ് അതാണ് SO വാലിഡേഷനിൽ വരുന്ന തുക. അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ SO വാലിഡേഷനിൽ ജനറൽ, SEP, TSP, റോഡ്, നോൺ റോഡ് എന്നീ ഫണ്ടുകളുടെ വാലിഡേഷനാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ SO വാലിഡേഷന്റെ സ്ക്രീൻ ഇതെങ്ങനെ എടുക്കുന്നു ഇപ്പോൾ കാണിക്കാം. നിങ്ങൾ നോക്കിയ ഒന്നാമത്തെ കോളം സ്പിൽ ഓവർ എമൗണ്ട് അഡീഷണൽ അലോക്കേഷൻ 25-26. ഇവിടെ പ്ലാൻ ഫണ്ടുകളുടെയും മെയിൻ്റനൻസ് ഫണ്ടുകളുടെയും വിവരങ്ങൾ കാണാം. നമുക്ക് മനസ്സിലാക്കാനായി തൽക്കാലം പ്ലാൻ ഫണ്ട് ജനറൽ നോക്കാം. ഇവിടെ അത് 20,87,000 രൂപയാണ്. ഈ തുക എങ്ങനെ വരുന്നു എന്ന് നോക്കാം. 2025-26 ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ തുക കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2025-26 വർഷത്തിൽ വികസന ഫണ്ട് മൂന്നാം ഗഡു ലഭിക്കാഞ്ഞെന്നാൽ 25-26 വികസന ഫണ്ടിന്റെ ബജറ്റ് അലോക്കേഷന്റെ 20% തുക നമുക്ക് സ്പിൽ ഓവറായി കൊണ്ടുവരാം പ്ലാൻ ഫണ്ടിൽ. എന്നാൽ മെയിൻ്റനൻസ് ഫണ്ട്, റോഡ്, നോൺ റോഡ് ഫണ്ടുകളെല്ലാം എല്ലാ ഗഡുക്കളും കിട്ടിയതിനാൽ ഫണ്ടിന്റെ ചെലവ് ശതമാനം കൂടി കണക്കാക്കിയാണ് സ്പിൽ ഓവർ തുക കണക്കാകും. പരമാവധി 20% വരെ സ്പിൽ ഓവറായി കൊണ്ടുവരാം. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, റോഡിനത്തിൽ 1 ലക്ഷം രൂപയായിരുന്നു 25-26 ബജറ്റ് അലോക്കേഷൻ എന്ന് കരുതുക. 70% നമ്മൾ ചെലവഴിച്ചുള്ളൂ എന്നും കരുതുക. 30% ചെലവഴിക്കാൻ ബാക്കിയുണ്ടെങ്കിലും ചെലവ് 80% താഴെ ആയതിനാൽ ഇവിടെ നമുക്ക് പരമാവധി 20%, അതായത് 20,000 രൂപ മാത്രമേ വാലിഡേഷനെ ബാധിക്കാതെ സ്പിൽ ഓവർ ആക്കാൻ കഴിയൂ. 1 ലക്ഷവും ചെലവഴിച്ചു, അതായത് 100% ചെലവഴിച്ചു എങ്കിൽ 2026-27 വാലിഡേഷനെ ബാധിക്കാതെ റോഡ് ഫണ്ട് ഒന്നും സ്പിൽ ഓവറായി കൊണ്ടുവരാൻ കഴിയില്ല. 90% ചെലവഴിച്ചതെങ്കിൽ 10% സ്പിൽ ഓവർ ആക്കാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് മെയിൻ്റനൻസ് ഫണ്ടിന്റെ കാര്യത്തിൽ അലോക്കേഷന്റെ 20% അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന തുക ഏതാണോ കുറവ് അതുമാത്രമേ സ്പിൽ ഓവർ ആക്കാൻ കഴിയൂ. കോമ്പൻസേഷൻ റിപ്പോർട്ട് നോക്കിയാൽ ഇതെല്ലാം വ്യക്തമാകും. ഇങ്ങനെ ഓരോ ഫണ്ടിനും വാലിഡേഷനെ ബാധിക്കാതെ സ്പിൽ ഓവർ ആക്കാവുന്ന തുകയാണ് ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ കാണുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്തതായി രണ്ടാമത്തെ കോളം നോക്കാം. സ്പിൽ ഓവർ എമൗണ്ട് 25-26. ഇവിടെ പ്ലാൻ ഫണ്ട് ജനറൽ ആ കോളം 10,92,013 രൂപയാണ്. ഈ തുക ഏതാണെന്ന് നോക്കാം. എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും കംപ്ലീഷൻ അല്ലെങ്കിൽ നോൺ കംപ്ലീഷൻ ചെയ്തല്ലോ. അതിലെ നോൺ കംപ്ലീഷനിൽ നോ ചേഞ്ചോ നീഡ് ചേഞ്ചോ ആയി സ്പിൽ ഓവറായി കൊണ്ടുവന്ന ആകെ പ്രോജക്റ്റുകളുടെ തുകയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചിലർക്ക് സംശയം തോന്നാം, കഴിഞ്ഞ വർഷം ലഭിച്ച തുക പൂർണ്ണമായും ചെലവഴിച്ചു, എന്നിട്ടും എങ്ങനെ സ്പിൽ ഓവറായി എന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 100 രൂപയാണ് നമുക്ക് ബജറ്റ് അലോക്കേഷൻ ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ സ്പിൽ ഓവർ ഉൾപ്പെടെ പലപ്പോഴും മാക്സിമം 120-നാണ് പ്രൊജക്റ്റ് എടുക്കുന്നത്. 100 രൂപ ലഭിക്കുന്നതിൽ നിന്ന് തന്നെ അംഗനവാടി വേതനം, ലൈഫ് ലോൺ പോലെയുള്ള ജിയോ പ്രൊജക്റ്റുകൾക്ക് സോഴ്സ് ഡിഡക്ഷനും ഉണ്ട്. അലോക്കേഷനുള്ള 100 രൂപയിൽ നിന്നാണ് സോഴ്സ് ഡിഡക്ഷനും സ്പിൽ ഓവറും ഒക്കെ മാറുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രൊജക്റ്റ് സ്പിൽ ഓവർ ആകും. അങ്ങനെ സ്പിൽ ഓവർ ആകുന്ന തുകയാണ് രണ്ടാമത്തെ കോളത്തിലേത്. ഇനി മൂന്നാമത്തെ കോളം നോക്കാം. മൾട്ടി ഇയർ അൺസ്പെൻഡ് എമൗണ്ട് 2025-26. മൾട്ടി ഇയർ ആയിട്ട് എടുത്ത പ്രൊജക്റ്റുകളുടെ തുകയാണ് ആ കോളത്തിൽ വരുന്നത്. ഇവിടെ മൾട്ടി ഇയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ കോളം 0ആണ്. ഇങ്ങനെ 2-3 കോളങ്ങളിലെ തുക കൂട്ടിയാണ് നാലാമത്തെ കോളത്തിലെ ആകെ തുക. ഇവിടെ അത് 10,98,013 രൂപയാണ്. അതായത് നാലാമത്തെ കോളത്തിലെ തുകയാണ് 26-27 ഓരോ ഫണ്ടിനും നമ്മൾ സ്പിൽ ഓവറായി കൊണ്ടുവന്നത്. ഇനി അഞ്ചാമത്തെ കോളം നോക്കൂ. ഇവിടെ എക്സീഡഡ് എന്നതിന് അതേ എന്നാണെങ്കിൽ വാലിഡേഷൻ തെറ്റിക്കിടക്കുകയാണ്, സ്പിൽ ഓവർ വാലിഡേഷൻ തെറ്റിക്കിടക്കുകയാണെന്നർത്ഥം. അതായത് സ്പിൽ ഓവറായി കൊണ്ടുവരാൻ അനുവദനീയമായ തുകയേക്കാൾ, അതായത് ഒന്നാമത്തെ കോളത്തിലെ തുകയേക്കാൾ കൂടുതൽ തുക നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ തുക കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കോളം 4 നോക്കുമ്പോൾ നമുക്കറിയാം. അത് നമുക്ക് അല്ല എന്നാക്കണം. അല്ല എന്നാണെങ്കിൽ SO വാലിഡേഷന് കറക്റ്റ് ആണെന്നർത്ഥം. ഒന്നാമത്തെ കോളത്തിലെ തുകയ്ക്ക് തുല്യമോ അതിൽ കുറവോ ആകണം നാലാമത്തെ കോളത്തിലെ തുക എന്ന് സിമ്പിളായി മനസ്സിലാക്കുക. 1 രൂപ പോലും കൂടാൻ പാടില്ല. ഇതെങ്ങനെ ശരിയാക്കാം നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ആദ്യ ജോലി ഇതാണ്. ഇവിടെ നോക്കൂ, സ്പിൽ ഓവറുകൾ ട്രാൻസ്ഫർ ചെയ്തു, ഡേറ്റ എൻട്രി പൂർത്തീകരിച്ചു. LB വാലിഡേഷന് ശേഷം ആദ്യ കോളമായ പ്ലാൻ ഫണ്ട് ജനറലിന്റെ കോളം എനിക്ക് അവിടെ എക്സീഡഡ് ആണോ എന്ന് അല്ല എന്ന് തന്നെയാണ്. അപ്പോൾ പ്ലാൻ ഫണ്ട് ജനറൽ എനിക്ക് പ്രശ്നമില്ല, അതിലൊന്നും ചെയ്യാനില്ല. ഞാനിത് ലോഗിൻ ഉപയോഗിക്കുന്നത് 5 വർഷം പ്ലാൻ ക്ലർക്കായി ജോലി ചെയ്ത് നമ്മുടെ FAQയും വീഡിയോയും ഒക്കെ എല്ലാം തുടങ്ങാൻ കാരണമായ ഇപ്പോൾ സുലേഖ അഡ്മിനായ ദീപ പ്ലാൻ ക്ലർക്കായ എൻ്റെ പ്രിയപ്പെട്ട റാന്നി പഞ്ചായത്തിൻ്റെ SO വാലിഡേഷനാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് രണ്ടാമത്തെ കോളം, അതായത് SCPയുടെ കോളം നോക്കാം. നോക്കൂ, അവിടെ സ്പിൽ ഓവറായി കൊണ്ടുവരാവുന്ന തുക 5,70,400 രൂപയാണ്. കൊണ്ടുവന്നത് 10,07,120 രൂപ. അതായത് അനുവദനീയമായതിൽ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് തന്നെ അഞ്ചാം കോളം അത് എക്സീഡഡ് ആണോ എന്നതിന് അതെ എന്നൊന്നും നമുക്കത് അല്ല എന്ന് വരുത്തണം, എന്നാലേ വാലിഡേഷൻ ശരിയാകും.
നമുക്ക് ഈ SCP വാലിഡേഷൻ എങ്ങനെ SCP യുടെ സ്പിൽ ഓവർ വാലിഡേഷൻ എങ്ങനെ കറക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും പട്ടികജാതി വിഭാഗത്തിൽ സ്പിൽ ഓവർ ആക്കാവുന്ന തുക 5,70,70,400 ആണല്ലോ. സ്പിൽ ഓവറായി ഉള്ളത് 10,07,120. ഇതിന്റെ വ്യത്യാസമായ 4,36,720 രൂപ മാത്രം പുതിയ വർഷത്തിൽ നിന്നും കണ്ടെത്തിയാൽ മതിയെന്നായിരിക്കും നമ്മൾ കരുതുന്നത്. അങ്ങനെയല്ല കണക്ക് വരുന്നത്. ഇവിടെ എനിക്ക് സ്പിൽ ഓവർ എക്സൽ ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. അവിടെ 3 പ്രൊജക്റ്റുകളാണുള്ളത്. 7,07,120 രൂപയുടെ ഒരു പ്രൊജക്റ്റും 1 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റും 2 ലക്ഷം, ഇത് രണ്ടും വിയുടെ പ്രൊജക്റ്റാണ്. 2 ലക്ഷം രൂപയുടെ മറ്റൊരു പ്രൊജക്റ്റും, അത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയാണ്. അതായത് SCPയിൽ 3 പ്രൊജക്റ്റുകളേ ഉള്ളൂ. 2 വിഒ, 1 അസിസ്റ്റന്റ് സെക്രട്ടറി. വിയുടെ പ്രൊജക്റ്റാണ് 7,07,120 രൂപയും 1 ലക്ഷം രൂപയും. അസിസ്റ്റന്റ് സെക്രട്ടറി സ്പിൽ ഓവർ പ്രൊജക്റ്റ് 2 ലക്ഷം രൂപയും. നിങ്ങൾ ഇത് കണക്ക് നിങ്ങളുടെ ഓഫീസിന്റെ കണക്ക് നോക്കുക. ഇവിടെ നോക്കൂ, 5,70,70,400 രൂപ മാത്രമാണ് സ്പിൽ ഓവർ ആക്കാവുന്നത്. അപ്പോൾ ഈ 3 പ്രൊജക്റ്റിൽ നിന്ന് ഏതൊക്കെ കൂട്ടിയാൽ ഈ 5,70,70,400 രൂപയ്ക്ക് തുല്യമോ അതിൽ താഴെയോ നിൽക്കും എന്ന് നോക്കണം. ഇവിടെ 2 ലക്ഷവും 1 ലക്ഷവും എടുത്താൽ 5,70,70,400 താഴെ നിൽക്കും. അതായത് 5,70,70,400 രൂപ വാലിഡേഷനെ ബാധിക്കാതെ സ്പിൽ ഓവറായി കൊണ്ടുവരാം എന്നാണെങ്കിലും ഓരോ പ്രോജക്റ്റിന്റെ തുക തമ്മിലും ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവിടെ 3 പ്രൊജക്റ്റ് ഉള്ളതിൽ 2 വാലിഡേഷൻ നിർത്തി ബാക്കി ഒരു പ്രൊജക്റ്റായ 7,07,120 രൂപയുടെ പ്രൊജക്റ്റിനെ 2026-27 ഭാഗമാക്കുന്നതിനെ ഞാൻ അവിടെ എസ് കൊടുക്കുകയാണ്. അതായത് വിഒയുടെ 1 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റും അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ 2 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റും വാലിഡേഷൻ അകത്ത് നിർത്തി സ്പിൽ ഓവർ ആക്കും. അപ്പോൾ 3 ലക്ഷം രൂപയായി. SCPയിൽ ആകെ സ്പിൽ ഓവർ കൊണ്ടുവന്നത് 10,07,120 രൂപയാണല്ലോ. വാലിഡേഷനെ ബാധിക്കാതെ സ്പിൽ ഓവർ ഉൾപ്പെടുത്താൻ പോകുന്നത് ഈ 3 ലക്ഷം രൂപയാണ്. ബാക്കി 7,07,120 രൂപ 2026-27 വാലിഡേഷൻ ഉൾപ്പെടുത്തി മാത്രമേ നമുക്ക് സ്പിൽ ഓവർ ആക്കാൻ കഴിയൂ. അതായത് ഈ തുക നമ്മുടെ 26-27 വർഷത്തെ അലോക്കേഷൻ നിന്ന് കണ്ടെത്തണമെന്ന് സാരം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിലവിലെ 26-27 മെയിൻ വാലിഡേഷനിൽ എസ് കൊടുക്കുമ്പോൾ വരുന്ന വ്യത്യാസം കൂടി നോക്കാം. നേരത്തെ പറഞ്ഞു SO വാലിഡേഷൻ കറക്റ്റ് ചെയ്യേണ്ടത് അതത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ ലോഗിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു വിഒയുടെ ഒരു പ്രോജക്റ്റ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അല്ലേ. അതിനായിട്ട് ഞാൻ വിഒയുടെ 2026-27 ലോഗിനിൽ കയറി ഞാനിവിടെ പ്രൊജക്റ്റിൽ നിന്നും SO വാലിഡേഷൻ എടുത്തു. അത് അവിടെ നോക്കൂ, പ്രൊജക്ട് നമ്പർ 136 1 ലക്ഷം രൂപ വകയിരുത്തൽ. അത് നമ്മൾ വാലിഡേഷൻ ഉൾപ്പെടാതെ സ്പിൽ ഓവർ ആക്കുന്നു എന്ന് പറഞ്ഞു. ഓരോ പ്രോജക്റ്റ് നേർക്കും അവസാനമുള്ള കോളം നോക്കിയേ, 26-27 ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതാണോ? ഈ പ്രോജക്റ്റ് നമ്മൾ 26-27 ബജറ്റിൽ ഉൾപ്പെടുത്താതെ അനുവദനീയമായ സ്പിൽ ഓവർ പരിധിയിൽ നിർത്തി സ്പിൽ ഓവർ ആക്കുന്നതാണ്. അതിനാൽ അതിന് നേർക്ക് നോ നൽകണം. മിക്കവാറും ബൈ ഡിഫാൾട്ട് അവിടെ നോ തന്നെ ആയിരിക്കും. ഇവിടെ വിഒയ്ക്ക് 7,07,120 രൂപ അടങ്കലുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്നും അതിനെ 26-27 ഭാഗമാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ കാണുന്ന 140 നമ്പർ പ്രൊജക്റ്റ് ആണത്. അതിനെ 26-27 വാലിഡേഷന്റെ ഭാഗമാക്കുന്നതിനായി അതിനു നേർക്കുള്ള കോംബോയിൽ നിന്ന് എസ് കൊടുത്തു. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയേ, ആ ഫണ്ടിന്റെ വാലിഡേഷൻ അല്ല എന്നായതായി കാണാം. അതിന്റെ സ്പിൽ ഓവർ വാലിഡേഷൻ ഇപ്പൊ അല്ല എന്നായി. SO ഫണ്ടിന്റെ SO സ്പിൽ ഓവർ ഫണ്ട് SCP ഫണ്ടിന്റെ വാലിഡേഷൻ. ഇങ്ങനെ ഓരോ ഫണ്ടിന്റെയും SO വാലിഡേഷൻ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ SCP മാത്രം ഉദാഹരണമായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. SO വാലിഡേഷൻ ഭാഗം അല്ല എന്ന് 5ാമത്തെ കോളത്തിൽ ആക്കിയിട്ട് വേണം മെയിൻ വാലിഡേഷനിലേക്ക് പോകാൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 7,07,120 രൂപയുടെ ഒരു സ്പിൽ ഓവർ പ്രോജക്റ്റിന് എസ് കൊടുത്തു 2026-27 വാലിഡേഷന്റെ ഭാഗമാക്കി. എന്ന് വെച്ചാൽ 26-27 പദ്ധതികൾ ആദ്യം നിങ്ങൾ ആ ഫണ്ടിലെ തുകയ്ക്ക് മുഴുവൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ SO വാലിഡേഷൻ ശരിയാക്കിയപ്പോൾ മെയിൻ വാലിഡേഷൻ തെറ്റിയിരിക്കും മിക്കവാറും. അതായത് മെയിൻ വാലിഡേഷൻ കൂടെ ഈ പൈസ മെയിൻ വാലിഡേഷനിലേക്ക് കയറി. ഞാൻ മെയിൻ വാലിഡേഷന്റെ സ്ക്രീൻ ഒന്ന് കാണിക്കാൻ നോക്കൂ. നമ്മൾ SCPയുടെ SO വാലിഡേഷൻ ശരിയാക്കിയപ്പോൾ മെയിൻ വാലിഡേഷൻ തെറ്റിയത് കണ്ടോ? അവിടെ പട്ടികജാതി വിഭാഗത്തിൽ ബജറ്റ് പ്രകാരമുള്ള തുക 27,39,000 രൂപയായിരുന്നു. 26-27 പദ്ധതി രൂപീകരിച്ചപ്പോൾ 26 ലക്ഷത്തിന് അവിടെ പ്രൊജക്റ്റ് എടുത്തു. ഇപ്പോൾ ഈ 7,07,120 രൂപയോട് സ്പിൽ ഓവർ ആക്കിയപ്പോൾ 26-27 ഭാഗം ആക്കിയപ്പോൾ 33,07,120 രൂപയായി മെയിൻ വാലിഡേഷൻ തെറ്റി. ഇനി ഈ വാലിഡേഷൻ കൂടി നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇപ്രകാരം ഈ ഒരു രീതി വേണം നിങ്ങളും ചെയ്യാൻ. നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗവും കമ്മിറ്റി തീരുമാനവും ഒക്കെ പ്രകാരം ഏതൊക്കെ പ്രൊജക്റ്റുകളിൽ നിന്നാണ് തുക കുറയ്ക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കാണുന്ന പോലെ ഒരു എക്സൽ ഷീറ്റും നിർവഹണ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രവും സഹിതം തയ്യാറാക്കി DPCക്ക് ഓൺലൈനായി റിവിഷൻ റിക്വസ്റ്റ് അയക്കണം. അതായത് 26-27 നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ച് അപ്രൂവ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ ചിലപ്പോൾ
നമുക്ക് ഭേദഗതി ചെയ്യേണ്ടി വരും. അവയുടെ സ്റ്റാറ്റസ് ചിലപ്പോൾ അപ്രൂവ്ഡ് സ്റ്റാറ്റസിലായിരിക്കും, ചിലത് സെൻഡ് ഫോർ അപ്രൂവൽ ആയിരിക്കും, ചിലത് സെൻഡ് ടു TS എൻട്രി ആയിരിക്കും. ഏത് സ്റ്റാറ്റസ് ആയാലും ഏതൊക്കെ പ്രൊജക്റ്റുകൾ ഭേദഗതി ചെയ്താലാണ് വാലിഡേഷൻ കറക്റ്റ് ആവുമെന്ന് നോക്കണം. ഏതിനൊക്കെ തുകയിൽ വ്യത്യാസം വരുത്തണം നോക്കി വേണം തീരുമാനമെടുക്കാൻ. അങ്ങനെയാണ് ഈ എക്സൽ ഷീറ്റ് തയ്യാറാക്കി വെക്കേണ്ടത്. അതായത് സൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മാനുവലായിട്ട് എക്സൽ ഷീറ്റ് തയ്യാറാക്കി വാലിഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗവും കമ്മിറ്റി തീരുമാനവും പ്രകാരം ഏതൊക്കെ പ്രൊജക്റ്റുകളിൽ നിന്ന് തുക കുറയ്ക്കണമെന്ന് തീരുമാനമെടുത്ത എക്സൽ ഷീറ്റും തീരുമാനവും നിർവഹണ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രവും സഹിതം DPCക്ക് ഓൺലൈനായി റിവിഷൻ റിക്വസ്റ്റ് അയക്കണം. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. സെക്രട്ടറി ലോഗിനിൽ റിവിഷൻ മെനുവിൽ നിന്ന് അപ്രൂവ്ഡ് പ്രൊജക്ട് ലിസ്റ്റ് എടുക്കുക. നിലവിൽ വെറ്റിംഗ് ഓഫീസർമാർ അപ്രൂവ് ചെയ്ത പ്രൊജക്റ്റുകളായിരിക്കും അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് മെയിൻ വാലിഡേഷൻ കറക്റ്റ് ചെയ്യാനായി ഭേദഗതി ചെയ്യേണ്ടതും ഡ്രോപ്പ് ചെയ്യേണ്ടതുമായ പ്രൊജക്റ്റുകൾ, ചില പ്രൊജക്റ്റുകൾ ഉപേക്ഷിക്കേണ്ടി വരുന്നാലേ കണക്ക് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ അവിടെ മാർക്ക് ഫോർ റിവിഷൻ എന്ന ഭാഗത്തു നിന്ന് സെലക്ട് ചെയ്ത് ആവശ്യമുള്ളവ എല്ലാം ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവ ഒരു ഗ്രിഡിൽ ലിസ്റ്റ് ചെയ്യുന്ന കാണാം. ചിലപ്പോൾ അപ്രൂവ്ഡ് സ്റ്റാറ്റസിൽ അല്ലാത്ത പ്രൊജക്റ്റുകൾ നമുക്ക് റിവിഷൻ ചെയ്യാൻ കാണാം. അവ എടുക്കാനായിട്ട് റിവിഷൻ മെനുവിലെ റിട്ടേൺ പ്രൊജക്റ്റ് എടുക്കുക. അപ്രൂവൽ ലഭിക്കാത്ത വിവിധ സ്റ്റാറ്റസിലുള്ള പ്രൊജക്റ്റുകൾ അവിടെ കാണാം. റിവിഷന് വേണ്ടി അവ തിരികെ കൊണ്ടുവരാനായി എത്ര പ്രൊജക്റ്റുകൾ വേണം അവ ഓരോന്നും സെലക്ട് ചെയ്ത് റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റിവിഷൻ വേണ്ട പ്രൊജക്റ്റുകൾ മാത്രമേ റിട്ടേൺ എടുക്കാവൂ. അഥവാ അബദ്ധത്തിന് തെറ്റായിട്ട് റിട്ടേൺ എടുത്ത് പോയാൽ പിന്നെ അതും കൂടി വീണ്ടും DPCക്ക് പോകേണ്ടി വരും. അത് പ്രത്യേകം പുതിയ ആൾക്കാർ ഓർക്കണം. ഇനി വീണ്ടും റിവിഷനിലെ അപ്രൂവ്ഡ് പ്രൊജക്ട് ലിസ്റ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് പോയി നോക്കിയേ, അവിടെ നമ്മൾ റിവിഷൻ എടുത്ത പ്രൊജക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്യും. കൂടാതെ ഈ റിവിഷനിൽ ഏതെങ്കിലും പ്രൊജക്റ്റ് ഇനി പുതുതായി ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ലിസ്റ്റ് ചെയ്യും. അവിടെ റിവിഷൻ എന്ന കോളത്തിൽ റിവിഷൻ അല്ലെങ്കിൽ ഡ്രോപ്ഡ് എന്നീ 2 സെലക്ഷനുകളുണ്ട്. ഈ പ്രൊജക്റ്റുകൾ ഇനി തുടരേണ്ട ആവശ്യമില്ല എങ്കിൽ മാത്രമേ ഡ്രോപ്പ് കൊടുക്കാവൂ. അല്ലാത്തവയെല്ലാം റിവിഷൻ സെലക്ട് ചെയ്യുക. റിവിഷൻ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്നതിനുള്ള കാരണവും കൊടുക്കണം. നമ്മുടെ ഈ റിക്വസ്റ്റ് DPC അംഗീകരിക്കുന്നവരെയും അതിൻ്റെ സ്റ്റാറ്റസ് നോട്ട് പ്രോസസ്ഡ് എന്നായിരിക്കും. ഈ ഭാഗത്ത് ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകൾക്കും ഇതേപോലെ എൻട്രി പൂർത്തിയായാൽ പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അവയുടെ വിവരവും തൊട്ട് താഴെയുള്ള ഗ്രിഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പേര് മലയാളത്തിൽ നൽകി നിർവഹണ ഉദ്യോഗസ്ഥനെ കൃത്യമായി തന്നെ സെലക്ട് ചെയ്യുക. പ്രൊജക്റ്റിൻ്റെ ആകെ അടങ്ങൾ കൊടുത്താൽ മതിയാകും. പുതിയ പ്രൊജക്റ്റ് വിവരങ്ങൾ എല്ലാം ആഡ് ചെയ്യാൻ വീണ്ടും പുതിയ പ്രൊജക്റ്റ് വിവരങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ചുവടെയുള്ള ആഡ് ന്യൂ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ഭാഗവും പൂർത്തിയായി കഴിഞ്ഞാൽ സേവ് ചെയ്ത് ഫോർവേഡ് ടു DPC ക്ലിക്ക് ചെയ്യുക. ഇനി DPC അത് പരിശോധിച്ച് നമ്മുടെ ഈ റിക്വസ്റ്റിന് എഗ്രി ചെയ്ത് തരണം. DPC എഗ്രി ചെയ്ത് തന്നാൽ അതത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ ലോഗിനിൽ റിവിഷൻ മെനുവിൽ റിവിഷൻ എന്ന ഭാഗത്ത് ഈ പ്രൊജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യും. ഓരോ ഫണ്ടിൻ്റെയും മെയിൻ വാലിഡേഷൻ കറക്റ്റ് ചെയ്യുന്നത് ഞാനത് കാണിക്കാം. ഇവിടെ മെയിൻ വാലിഡേഷൻ നോക്കിയേ, പ്ലാൻ SEPയിൽ 27,39,000 രൂപയാണ് 26-27 അലോക്കേഷൻ. പക്ഷേ നമ്മൾ പ്രൊജക്റ്റ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് 33,07,120 രൂപയ്ക്ക്. നമ്മൾ നേരത്തെ കാണിച്ചു ഒരു സ്പില്ലോവർ പ്രൊജക്റ്റ് 26-27 ഭാഗമാക്കിയത് കൊണ്ടാണ് ഇപ്രകാരം വാലിഡേഷൻ അധികരിച്ച് കിടക്കുന്നതും വാലിഡേഷൻ തെറ്റിയതും. ഏതൊക്കെ പ്രൊജക്റ്റുകൾ ക്രമീകരിക്കണമെന്ന് വ്യക്തമായ തീരുമാനം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്കിവിടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ 3 പ്രൊജക്റ്റുകളിലെ തുക മാറ്റം വരുത്തിയാൽ വാലിഡേഷൻ ഓക്കെ ആകും. ആ പദ്ധതികളുടെ റിവിഷന് DPC എഗ്രിയും തന്നിട്ടുണ്ട്. അത് ചെയ്യാനായി അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ലോഗിനിൽ പ്രവേശിച്ചു. അവിടെ റിവിഷൻ മെനുവിലെ റിവിഷൻ പ്രൊജക്റ്റിൽ നമുക്ക് റിവിഷൻ എഗ്രി ചെയ്ത് കിട്ടിയ പ്രൊജക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവ ഓരോന്നും എടുത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ഇവിടെ ആദ്യം ഞാൻ പ്രൊജക്ട് നമ്പർ 142 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്ന പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു. എനിക്കിതിൽ വകയിരുത്തിയിരിക്കുന്നത് SEP ഫണ്ട് 2,50,000. അതിനെ 2 ലക്ഷമായിട്ട് കുറയ്ക്കണം. നേരെ D കോളത്തിലെ വിഭവ സ്രോതസ്സിൽ വന്നു 2,50,000 എഡിറ്റ് ചെയ്ത് 2 ലക്ഷമാക്കി സേവ് ചെയ്തു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്കിവിടെ പുതിയ ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ ബട്ടൺ വഴി ആഡ് ചെയ്യുകയോ ഫണ്ടുകൾക്ക് നേരെയുള്ള ഡിലീറ്റ് ഓപ്ഷൻ വഴി ഫണ്ടുകൾ ഒഴിവാക്കുകയോ ചെയ്യാം. അതൊക്കെ ഓരോ റിവിഷൻ്റെ ആവശ്യാനുസരണം ചെയ്യാം. ഇതിൽ തൽക്കാലം അതൊന്നും ആവശ്യമില്ല. ഈ കോളത്തിലെ 31ലും ഫണ്ടിൽ വ്യത്യാസം വരുത്തണം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്രകാരം ആവശ്യമായ മാറ്റങ്ങളെല്ലാം വരുത്തി സേവ് ചെയ്ത് അവസാന പേജിൽ നിന്ന് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. ഒരു പ്രൊജക്റ്റ് കൂടി ഭേദഗതി ചെയ്യുന്നത് ഞാൻ കാണിക്കാം. പ്രൊജക്ട് നമ്പർ 95 പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് എന്ന പദ്ധതിയിലും എനിക്ക് തുക കുറയ്ക്കണം, എന്നാലേ വാലിഡേഷൻ കറക്റ്റ് ആവത്തുള്ളൂ. അതിനായി പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ പ്ലാൻ ഫണ്ട് 3 ലക്ഷം എന്നത് 99,000 രൂപയാക്കി. അതേ വ്യത്യാസം അടുത്ത പേജിലും വരുത്തി. ഇതൊരു വാങ്ങൽ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ Fലെ
33-ലും നേരത്തെ ചെയ്ത ഡേറ്റ എഡിറ്റ് ചെയ്തു നമ്മുടെ കണക്കിന് തുല്യമാക്കി. ഇപ്രകാരം ഏതൊക്കെ ഭാഗങ്ങളിൽ വ്യത്യാസം വരുത്താനുണ്ട് അവയൊക്കെ പൂർത്തിയാക്കി അവസാന പേജിൽ നിന്നും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. ഇപ്രകാരം ഏതൊക്കെ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് പ്രൊജക്റ്റ് ഭേദഗതിയുണ്ട് അവയെല്ലാം ചെയ്യണം. തുടർന്ന് നിർവഹണ ഉദ്യോഗസ്ഥരുടെ തന്നെ ലോഗിനിൽ പ്രൊജക്റ്റ് മെനുവിലെ പ്രൊജക്റ്റ് ലിസ്റ്റിൽ നിന്നും നമ്മൾ റിവൈസ് ചെയ്ത പ്രൊജക്റ്റുകൾ LB അപ്രൂവലിന് അയക്കണം. ഇങ്ങനെ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും അയച്ചു കഴിഞ്ഞാൽ മെയിൻ വാലിഡേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ മെയിൻ വാലിഡേഷൻ അഥവാ DPC വാലിഡേഷൻ ഓപ്പൺ ചെയ്തു. അവിടെ നോക്കിയേ, പ്ലാൻ ഫണ്ട് SEPയുടെ DPC വാലിഡേഷൻ ഓക്കെ ആയതായി കാണാം. നമ്മളുടെ പട്ടികജാതി ഫണ്ടിന്റെ വാലിഡേഷനാണ്, DPC വാലിഡേഷനാണ് ക്രമീകരിക്കുന്നത് കാണിച്ചത്. ഇതേപോലെ നിങ്ങൾ ഓരോ ഫണ്ടിന്റെയും SO വാലിഡേഷനും DPC വാലിഡേഷനും ക്രമീകരിക്കണം. ഇനി നമുക്ക് ധനകാര്യ കമ്മീഷൻ പദ്ധതികളുടെ സ്പിൽ ഓവർ വാലിഡേഷൻ പ്രത്യേകമായി കൂടി ക്രമീകരിക്കണം. അതിനെയാണ് SOFC വാലിഡേഷൻ എന്ന് പറയുന്നത്. 2026-27 വാർഷിക പദ്ധതിക്ക് ബജറ്റ് പ്രകാരം അനുവദിച്ച ധനകാര്യ കമ്മീഷൻ തുകയ്ക്ക് നിലവിൽ പ്രൊജക്റ്റ് വയ്ക്കേണ്ടതില്ല. എന്നാൽ 25-26 പൂർത്തിയാക്കാത്ത CFC സ്പിൽ ഓവർ പ്രൊജക്റ്റുകൾ 26-27 സ്പിൽ ഓവറായി ട്രാൻസ്ഫർ ചെയ്യാവുന്നതുമാണ്. ഞാൻ പറഞ്ഞു പുതിയ വർഷത്തേക്കുള്ള പ്രൊജക്ട് വെക്കണമെന്നില്ല. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ SOFC വാലിഡേഷൻ നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് സെക്രട്ടറി ലോഗിൽ പ്രൊജക്ട് മെനുവിലെ SOFC വാലിഡേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീൻ പരിശോധിക്കുക. SO വാലിഡേഷനിൽ ആദ്യം SO വാലിഡേഷൻ FC 25-26 PFMS എന്നതിൽ FC അൺഡെയ്ഡ് FC ടൈഡ് കോളങ്ങളുണ്ട്. ഇവിടെ അൺഡെയ്ഡ് ടൈഡ് എന്നതിൽ ഒന്നാമത്തെ കോളമായ സ്പിൽ ഓവർ എമൗണ്ട് അഡീഷണൽ അലോക്കേഷൻ 25-26 തുക എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റിപ്പോർട്ടിലെ B26-27 പട്ടിക 6-ലെ 6ാമത്തെ കോളത്തിലെ തുകയാണ്. ആ തുക എങ്ങനെ വന്നു എന്ന് കോമ്പൻസേഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ കോമ്പൻസേഷൻ റിപ്പോർട്ട് അതിൻ്റെ ആ ഭാഗം സ്ക്രീനിൽ ഒന്ന് കാണിക്കാം. രണ്ടാമത്തെ കോളമായി സ്പിൽ ഓവർ എമൗണ്ട് 2025-26 എന്നത് സ്പിൽ ഓവറുകൾ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ട്രാൻസ്ഫർ ആയ ആകെ തുകയാണ്. മൂന്നാം കോളം 25-26 മൾട്ടി ഇയർ അൺസ്പെൻഡ് എമൗണ്ട് ആണ് CFCയുടെ. നാലാമത്തെ കോളത്തിൽ ന്യൂ പ്രൊജക്ട് എമൗണ്ട് ടേക്കൺ എന്നത് 21-22 മുതൽ 25-26 വരെയുള്ള CFC ബാലൻസ് തുകയിൽ ഏതെങ്കിലും വർഷം സപ്ലിമെന്ററി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാവുന്ന പുതിയ പ്രോജക്റ്റിന്റെ തുകയാണ് വരേണ്ടത്. നിലവിലവിടെ 0ആണ്. എന്നാൽ എനിക്ക് 24-25 ഒരു സപ്ലിമെന്ററി പ്ലാൻ വഴി GBIN വിതരണത്തിന് ഒരു പ്രൊജക്റ്റ് കൂടി എടുക്കണം. 24-25 സപ്ലിമെന്ററി ആയിട്ട് എടുക്കണം. ഡേറ്റ എൻട്രി ചെയ്തത് അപ്രൂവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊജക്റ്റ് ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ ടൈഡ് ആണെങ്കിൽ 29 കോഡ് കൊടുത്താണ് ചെയ്യേണ്ടത്. ഇവിടെ അത് CFC തൻവർഷമാണോ സ്പിൽ ഓവർ ആണോ ട്രഷറി CFC ആണോ എന്നൊന്നും രേഖപ്പെടുത്തണ്ട. ഞാനെടുത്ത പ്രൊജക്റ്റായ GBIN വിതരണം CFC സ്പിൽ ഓവർ വിധത്തിലുള്ളതാണ്. ആ തുക എങ്ങനെ ഈ വാലിഡേഷൻ അതായത് SOFC വാലിഡേഷനിൽ കൊണ്ടുവരാൻ നോക്കാം. അതത് നിർവഹണ ഉദ്യോഗസ്ഥന്റെ ലോഗിൽ നിന്ന് തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇത് VEയുടെ പ്രൊജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് VEയുടെ ലോഗിൻ ചെയ്തു. നിർവഹണ ഉദ്യോഗസ്ഥന്റെ ലോഗിനിൽ പ്രൊജക്ട് മെനുവിൽ SOFC വാലിഡേഷനിൽ SOFC ലിസ്റ്റ് 25-26 PFMS എന്ന ഭാഗത്ത് FC ന്യൂ പ്രൊജക്ട് ലിസ്റ്റ് 26-27 എന്നതിൽ ഇത് ലിസ്റ്റ് ചെയ്യും. ഇവിടെ നോക്കൂ, പ്രൊജക്ട് നമ്പർ 91 GBIN വിതരണം എന്ന പ്രൊജക്റ്റ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്പിൽ ഓവർ അധികവിധത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ പ്രൊജക്റ്റ് ആണോ എന്ന ഭാഗത്ത് S നൽകി വരുന്ന കൺഫർമേഷൻ മെസ്സേജിനും S കൊടുത്താൽ ആ പ്രൊജക്റ്റ് തുക 4ാമത്തെ കോളത്തിൽ ലിസ്റ്റ് ചെയ്യും. ഞാനിവിടെ അതിന് S നൽകി പേജ് ഒന്ന് റിഫ്രഷ് ചെയ്തു. വീണ്ടും SO വാലിഡേഷൻ FC 25-26 PFMS എടുത്തു. ഇപ്പം നോക്കിയേ, ആ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയ ധനകാര്യ കമ്മീഷൻ ടൈഡ് ഗ്രാന്റ് ഇവിടെ 4ാമത്തെ വരിയിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഈ തുക അതായത് CFC ഫണ്ടിൽ എടുത്ത പ്രൊജക്റ്റ് ഇതേപോലെ SOFC വാലിഡേഷനിൽ കൊണ്ടുവന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി നമുക്ക് നോക്കാം. അതിനായിട്ട് മെയിൻ വാലിഡേഷനിലെ ധനകാര്യ കമ്മീഷൻ വാലിഡേഷൻ നോക്കിയേ. ഇവിടെ 2 പ്രൊജക്റ്റ് കൂടി CFCയിൽ എടുത്തത് SOFC വാലിഡേഷൻ S കൊടുക്കാത്തതിനാൽ മെയിൻ വാലിഡേഷൻ അല്ല എന്ന് തെറ്റിക്കിടക്കുന്നുണ്ടോ? ഇതെങ്ങനെ ശരിയാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ആ പ്രൊജക്റ്റ് കൂടി SO വാലിഡേഷനിൽ കൊണ്ടുവരണം. അതാത് നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ ലോഗിൽ SO വാലിഡേഷനിൽ ഇതിന് S കൊടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോകാം. ഇവിടെ നോക്കൂ, DPC വാലിഡേഷനിൽ CFC ടൈഡ് ഫണ്ട് 3,34,957 രൂപ വാലിഡേഷൻ തെറ്റിക്കിടക്കുകയാണ്. ഇത് സ്പിൽ ഓവർ വാലിഡേഷനിലേക്ക് കൊണ്ടുപോകേണ്ട തുകയാണ്. ഇത് കറക്റ്റ് ചെയ്യാനായി ഈ തുകയുടെ പ്രൊജക്റ്റുകളുള്ള നിർവഹണ ഉദ്യോഗസ്ഥരുടെ ലോഗിനുകളിൽ കയറണം. ഇത് AEയുടെ പ്രൊജക്റ്റ് ആണ്. ഞാൻ AEയുടെ ലോഗിനിൽ കയറി. നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ ലോഗിനിൽ പ്രൊജക്റ്റ് മെനുവിൽ നിന്ന് SOFC വാലിഡേഷൻ എടുത്തു. അവിടെ കാണാം FC ന്യൂ പ്രൊജക്റ്റ് ലിസ്റ്റ് 26-27 എന്നതിൽ MCF നവീകരണം എന്നൊരു പ്രൊജക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഇതിന്റെ തുകയാണ് DPC വാലിഡേഷനിൽ അധികരിച്ച് കൂടിക്കിടക്കുന്നത്. ഞാനിവിടെ സ്പിൽ ഓവർ അധിക വിധത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ പ്രൊജക്റ്റ് ആണോ എന്ന ഭാഗത്ത് എസ് നൽകി. പിന്നെ വന്ന കൺഫർമേഷൻ മെസ്സേജിനും എസ് കൊടുത്തോ. വീണ്ടും സെക്രട്ടറി ലോഗിൽ വന്നു. DPC വാലിഡേഷൻ നോക്കിയേ, അവിടെ ധനകാര്യ കമ്മീഷൻ ടൈഡിന്റെ മെയിൻ വാലിഡേഷൻ ഓക്കെ ആയിട്ടുള്ളതായി കാണാം. SOFC വാലിഡേഷനിലെ ഒന്നാമത്തെ കോളത്തിലെ തുകയ്ക്ക് തുല്യമോ കുറവോ ആയ തുകയ്ക്ക് സ്പിൽ ഓവർ പ്രൊജക്റ്റ് എടുക്കാവുന്നതാണ്. ഇപ്രകാരം DPC വാലിഡേഷനും സ്പിൽ ഓവർ വാലിഡേഷനും കറക്റ്റ് ചെയ്ത് സമയബന്ധിതമായി നമുക്ക് എല്ലാവർക്കും 2026-27 വാർഷിക പദ്ധതി അന്തിമമാക്കി DPCക്ക് സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.